ഹലോ നമസ്കാരം. ക്ലിൻസ്രാജ് ഇൻഫോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂട്യൂബ് ചാനലിൽ നിരവധി സർക്കാർ വായ്പ പദ്ധതികളും മറ്റ് സർക്കാർ അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകളുടെയും വായ്പകളും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വായ്പ എടുക്കുന്ന വീഡിയോസ് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. എന്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി. ഇതുപോലുള്ള അനേകം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. എന്റെ പേര് ക്ലിൻസ്രാജ് മണിവളിയിൽ. ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ ഇന്ത്യയിലെ പ്രമുഖ പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നാണ് യൂണിയൻ ബാങ്ക്. യൂണിയൻ ബാങ്കിന്റെ പേഴ്സണൽ ലോൺസിന്റെ സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. മറ്റ് എല്ലാ ബാങ്കുകളുടെയും പേഴ്സണൽ ലോൺസ് പോലെ തന്നെ യൂണിയൻ ബാങ്കിന്റെ പേഴ്സണൽ ലോൺസിന് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകേണ്ട ആവശ്യമില്ല. അർഹതപ്പെട്ടവർക്ക് ഉടനടി വായ്പ ലഭ്യമാകുമെന്നുള്ളതും അതുപോലെ തന്നെ സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ വായ്പയ്ക്ക് അപേക്ഷിച്ച് ലോൺ ലഭ്യമാകൂ എന്നുള്ളത് ഒരു സവിശേഷതയാണ്. അപേക്ഷകന്റെ സിബിൽ സ്കോറും അതുപോലെ തന്നെ റീപേയ്മെന്റ് കപ്പാസിറ്റി, അതായത് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി അപേക്ഷകനുണ്ടോ എന്ന് പരിഗണിച്ച് പരമാവധി 50 ലക്ഷം രൂപ വരെയാണ് ബാങ്ക് വായ്പയായിട്ട് നൽകുന്നത് പേഴ്സണൽ ലോൺ ഇനത്തിൽ. അതുപോലെ തന്നെ ഇതിന് 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭ്യമാകും എന്നുള്ളതും ഇതിന്റെ സവിശേഷതയാണ്. അത്യാവശ്യം ഒരു നല്ല സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ 700 മുകളിലെങ്കിലും വേണം. ഈ 700 മുകളിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാവുകയുള്ളൂ. 700 മുകളിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സിബിൽ സ്കോർ, എങ്ങനെയാണ് സിബിൽ സ്കോർ കൂടുന്നത്, കുറയാനുള്ള കാരണം തുടങ്ങിയവ അടങ്ങിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ എന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ലോണിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.30% അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പേഴ്സണൽ ലോൺസിന് എപ്പോഴും പലിശ കൂടുതലായിരിക്കും. കാരണം ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു അൺസെക്യൂർഡ് ലോൺ ആണ്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ ഈടോ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ലോണുകൾക്ക് എപ്പോഴും പലിശ കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് മാക്സിമം കുറവ് പലിശ ഈടാക്കുകയുള്ളൂ. ഈ ലോണിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ആർക്കൊക്കെ ഈ ലോണിന് അപേക്ഷിക്കാമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സർക്കാർ മേഖലയിലോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലോ ജോലി ചെയ്യുന്ന സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ സ്വയത്തൊഴിൽ ചെയ്യുന്നവർക്കും ഈ ലോൺ ലഭ്യമാകും. എന്നാൽ നിങ്ങളുടെ കുറഞ്ഞ പ്രായപരിധി നിങ്ങൾ സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 21 വയസ്സും നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 23 വയസ്സെങ്കിലും കുറഞ്ഞതുണ്ടെങ്കിൽ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോസ് സാലറി, അതായത് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ എത്ര ക്രെഡിറ്റ് ആവും, നമ്മുടെ സാലറി കൂടെ എത്ര ക്രെഡിറ്റ് ആവും, അതാണ് ഈ ഗ്രോസ് സാലറി അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. അത് കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു മാസം 20,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം ഈ ലോൺ ലഭ്യമാകാൻ. കൂടാതെ നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററിയും പെർഫെക്റ്റ് ആയിരിക്കണം. ഈ റീപേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ട് നമ്മൾ പെൻഡിങ് വരുത്തുകയാണ്, 1-2 EMI നമ്മൾ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കുറയും. എന്നാൽ നമ്മൾ അത് തിരിച്ചടച്ചു കഴിയുമ്പോൾ സാവകാശം നമ്മുടെ സിബിൽ സ്കോർ കൂടും. എന്നാൽ നമ്മുടെ സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര പെൻഡിങ് വരുത്തിയിട്ടുണ്ട്, ഇത്ര EMI പെൻഡിങ് വരുത്തിയിട്ടുണ്ടെന്ന് ബാങ്കിന് മനസ്സിലാവും. ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ബാങ്കുകളും വായ്പ നൽകാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ സിബിൽ സ്കോർ ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റീപേയ്മെന്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. ഇനി ഈ ലോൺ ലഭിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ അഡ്രസ് പ്രൂഫിനായിട്ട് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് നമുക്ക് ഉപയോഗിക്കാം. ഈ യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ KCB ബില്ല്, വാട്ടർ ബില്ല്, നമ്മുടെ ലാൻഡ് ടാക്സ്, റേഷൻ കാർഡ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മളുടെ ഇൻകം, വരുമാനം തെളിയിക്കാനായിട്ട് നമ്മളുടെ 6 മാസത്തെ സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മളുടെ സാലറി സ്ലിപ്പ് 2 മാസത്തെ, അല്ലെങ്കിൽ ഫോം 60 ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അത് നൽകിയാലും മതി. അതുപോലെ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തെളിയിക്കുന്ന ബിസിനസ് പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ നൽകണം. നിങ്ങളുടെ സിബിൽ സ്കോർ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിമാസ വരുമാനം, ഇതെല്ലാം പരിഗണിച്ചാണ് എന്തുമാത്രം വായ്പ തുക നൽകണം. അതുപോലെ തന്നെ പലിശ നിരക്ക്, അതുപോലെ തിരിച്ചടവ് കാലാവധി എല്ലാം ബാങ്ക് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുന്ന യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കുറെ കാലമായിട്ട് യൂണിയൻ ബാങ്കിന്റെ നല്ലൊരു കസ്റ്റമർ ആയവർക്കാണ് ഇത് കൂടുതലും എളുപ്പം ലഭ്യമാകുന്നത്. എടുക്കുന്ന വായ്പകൾ എല്ലാവരും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നത് ഓട്ടോ ഡെബിറ്റ് ആയിട്ടായിരിക്കാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഡേറ്റിൽ അവർ ഓട്ടോമാറ്റിക്കലി എടുത്തോളും. അതുകൊണ്ട് നമുക്ക് ആ തലേദിവസം, ആ EMI ഡേറ്റിന് തലേദിവസം തന്നെ നിങ്ങൾ എടുക്കുന്ന വായ്പയുടെ EMI മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗൺസിങ് ചാർജ് ഉണ്ടാവും, മറ്റു ഫൈനുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. പിന്നീട് നിങ്ങൾക്ക് ഒരു ലോണുകളിൽ ലഭ്യമാകാതെ വരും. അതുകൊണ്ട് എടുക്കുന്ന വായ്പകൾ എല്ലാവരും കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. അല്ല, ഉറപ്പായിട്ടും തിരിച്ചടച്ചിരിക്കുക. ഈ ലോൺ എടുത്തവർ അവരുടെ അനുഭവം വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ്